ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാഹ ദാസ്യന്തെ യജ്ഞഭാവിതാഹ തൈർദത്താന പ്രദായേഭ്യഃ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. അതായത് ദേവന്മാർ എന്നതിന് പ്രകൃതി ശക്തികൾ എന്നെടുക്കണം. നമ്മുടെ ഈ പ്രകൃതി തന്നെ, പ്രകൃതി നമുക്ക് പ്രസാദിച്ച് നൽകുന്നത് എന്തെല്ലാം വിഭവങ്ങളാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ മുഴുവനും ഉണ്ടാക്കാം. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. കുടിക്കാൻ വെള്ളം കിട്ടുന്നു, ശ്വസിക്കാൻ വായു കിട്ടുന്നു. അന്തരീക്ഷത്തിലെ ഊഷ്മാവിനെ ഒരു സന്തുലന അവസ്ഥയിൽ നിർത്തുന്നത് കൊണ്ട് നമുക്ക് അധികമായ ചൂടോ അധികമായ തണുപ്പോ ഇല്ലാതെ ജീവനെ നിലനിർത്താനായിട്ട് ഇവിടെ കഴിയുന്നു. ഇതൊക്കെ പ്രകൃതി നൽകുന്നതാണ്. ഇത്രയൊക്കെ പ്രകൃതി നമുക്ക് തന്നിട്ട് ദേവന്മാർ എന്ന വാക്ക് ഈ പ്രകൃതി ശക്തികൾക്ക് ഭഗവത്ഗീത കൊടുക്കുന്ന ഒരു പ്രത്യേക പദമാണ്. ദേവന്മാർ ഈശ്വര ശക്തികൾക്ക് വിധേയമായി കൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി ശക്തികൾ പ്രകൃതിയിലുണ്ട്. ആ ശക്തികൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് പ്രത്യക്ഷമായി കാണുന്ന വായുവും അഗ്നിയും ജലവും മഴയും ഇടിമിന്നലും എല്ലാം ഈ ശക്തികൾ തന്നെയാണ്. ഇലക്ട്രിസിറ്റിയും വൈദ്യുതിയും ഒക്കെ ഈ ശക്തികളാണ്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശക്തികളാണ്. പ്രകൃതി നമുക്ക് കനിഞ്ഞ് നൽകിയിട്ടുള്ളതെല്ലാം നമ്മൾ ആവോളം ഭുജിക്കുന്നു. ഒന്നുപോലും അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ല. ഈ തിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ അജണ്ടയിലില്ല. ജീവിതത്തില് നമ്മൾ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ഈ തത്വം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരണം. നമ്മൾ എടുക്കുന്നതിന് എപ്പോഴും തത്തുല്യമായ ഒന്ന് കൊടുക്കാൻ പഠിക്കണം. കൊടുക്കുന്നതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എപ്പോഴും സ്വീകർത്താവ് മാത്രമായിരിക്കുകയാണ്, ദാതാവായിട്ട് വർത്തിക്കുന്നില്ല. അപ്പോൾ ഈ തത്വം നമ്മളെ പഠിപ്പിക്കാനാണ് നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങളെല്ലാം ശേഖരിച്ച് സ്വന്തമാക്കി ആവോളം ഭുജിച്ച് ആനന്ദിക്കുമ്പോൾ ഒരർത്ഥത്തിൽ ഭഗവാൻ അവരെ കുറിച്ച് പറയുന്നത് ഒന്നും തിരിച്ചു കൊടുക്കാതെ ഇത് ഭുജിക്കുന്ന വ്യക്തിയെ കള്ളൻ എന്നാണ് വിളിക്കുന്നത്. സ്തേനഹ എന്ന വാക്കിന് കള്ളൻ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മള് എല്ലാവരും കള്ളനാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുന്ന നല്ലതാണ്. എന്ത് ലഭിക്കുമ്പോഴും എന്ത് അനുഭവിക്കുമ്പോഴും നമ്മൾ തിരിച്ചു കൊടുക്കാൻ ഉള്ളൊരു മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനം. തിരിച്ചു കൊടുക്കുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ ഒരാൾ ഒരു വസ്തു തരുമ്പോൾ തത്തുല്യമായ ഒരു വസ്തു അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത് അതൊരു ക്രയവിക്രയമാണ്. നമുക്ക് ഒരിടത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പരിചരണവും സ്നേഹവും കരുതലും ഒക്കെ അവിടെ തന്നെ കൊടുക്കണമെന്നില്ല. നമുക്ക് നമ്മൾ എല്ലാം ഈശ്വര സൃഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട്, ഈശ്വരന്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഈശ്വര സൃഷ്ടികളെ നമ്മൾ ജീവിതത്തിൽ സഹായിച്ചാൽ മതി. അതൊരു യജ്ഞമാണ്. ഒരു യജ്ഞചക്രം പൂർത്തീകരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. എന്തനുഭവിക്കുമ്പോഴും ഒരു കൃതജ്ഞത നമ്മുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥനാരൂപത്തിൽ ഈശ്വരനോടുണ്ടായിരിക്കണം. അത് ആണ് ശരിക്കും ഉന്നതമായ പ്രാർത്ഥന. പ്രാർത്ഥനകളിലെ ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന അർത്ഥനയല്ല. ശരിക്കും അർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം ആവശ്യപ്പെടുക എന്നാണ്. ഈശ്വരനോട് ആവശ്യപ്പെടുന്നതാണ് പ്രാർത്ഥന എന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. പ്രകർഷേണയുള്ള അർത്ഥനയാണ് പ്രാർത്ഥന. വേണ്ടവണ്ണം ഈശ്വരനോട് ചോദിക്കുക നമ്മളുടെ ആവശ്യങ്ങള്, അതാണ് പ്രാർത്ഥന. അതില് ഏറ്റവും ഉദാത്തമായ അർത്ഥന എന്താന്ന് ചോദിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിന്, മോക്ഷത്തിന് വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉദാത്തമായ അർത്ഥന.
അന്നവസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അന്നവസ്ത്രങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഈശ്വരൻ തരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അർത്ഥനകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നാൽ അന്നവസ്ത്രങ്ങളെല്ലാം നമുക്ക് ചോദിക്കാതെ തന്ന് നമ്മളത് അനുഭവിച്ചതിന് ശേഷം നമ്മൾ അക്കാര്യത്തിൽ എന്തെങ്കിലും കൃതജ്ഞതയോടെ ഈശ്വരനെ സ്മരിക്കാറുണ്ടോ? അപ്പോ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പവിത്രമായ വശം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അവർ കഴിക്കുന്ന അന്നം കഴിക്കുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന അവരെ ചൊല്ലാൻ പഠിപ്പിക്കണം. അത് ഈശ്വരനാണ് നമുക്ക് ഈ വിഭവങ്ങളെല്ലാം തരുന്നത്. ഈശ്വരനാണ് ഈ വിഭവങ്ങളെല്ലാം തരുന്നതെന്ന് മാത്രമല്ല, ഈ വിഭവങ്ങളെല്ലാം ഈശ്വരനാണ്. നമ്മൾ കഴിക്കുന്ന അന്നം ഈശ്വരനാണ്. അന്നദാതാവ് ഈശ്വരനാണ്. പ്രകൃതി ഈശ്വരനാണ്. ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ കഴിക്കുന്ന ഞാനും ഈശ്വരൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ രൂപത്തിൽ ഈശ്വരനിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലും. അതാണ് ഒരു യജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ യജ്ഞത്തിന് ഭേദചിന്തയില്ല. ഒരു യജ്ഞം എന്ന് പറയുന്നത് എല്ലാം ഒന്നായിത്തീരുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ഒരു യജ്ഞകുണ്ഡം ഒരുക്കിയിട്ട് അതിലേക്ക് ഹവിസ്സുകൾ അർപ്പിക്കുന്ന ഒരു ചിത്രഭാഷ നിങ്ങൾ കണ്ടു കാണും. നമ്മളുടെ ക്ഷേത്രങ്ങളിലും ചില ഗൃഹങ്ങളിലൊക്കെ തന്നെ അഗ്നിഹോത്രം പോലുള്ള ചെറിയ ഹോമങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ആദ്യം ഒരുക്കുന്നത് യജ്ഞകുണ്ഡമാണ്. യജ്ഞകുണ്ഡം വാസ്തവത്തിൽ പ്രപഞ്ചത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. അത് ജ്വലിപ്പിക്കുന്ന അഗ്നി ഈശ്വരനാണ്. ആ അഗ്നിയിലേക്കാണ് നമ്മൾ ഹവിസ്സുകൾ അർപ്പിക്കുന്നത്. ഹവിസ്സുകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ദ്രിയദ്വാര നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും ഹവിസ്സായി കരുതിക്കൊണ്ട് ഈശ്വരനിലേക്കുള്ള അർച്ചനകളായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുകയല്ല, നമ്മളൊരു യജ്ഞത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയല്ല, നമ്മൾ യജ്ഞത്തിന്റെ രൂപത്തിൽ ജീവിതത്തെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ ആ യജ്ഞം ഒരു കർമ്മയോഗയായിട്ട് മാറുന്നു. ആ യജ്ഞം ഈശ്വരാർപ്പിതമായിട്ട് മാറുന്നു. അത്തരത്തിൽ ഒരു ഈശ്വരാർപ്പിതമായ ജീവനത്തെ അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ അന്ധക്കരണം ശുദ്ധമായിട്ട് തീരുന്നു. ഈ അന്ധക്കരണ ശുദ്ധിയാണല്ലോ കർമ്മയോഗയുടെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോ അന്ധക്കരണ ശുദ്ധി വന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് വലിയ തലത്തിലുള്ള ധാരണ, ധ്യാനം, സമാധി ഘട്ടങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ശ്രവണം, മനനം, നിധിധ്യാസനം പോലുള്ള സാധനകളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആ സാധനകളാണ് പിന്നീട് ഒരു വ്യക്തിക്ക് ജ്ഞാനത്തിന് ഹേതുവായിട്ട് വരുന്നത്. അപ്പൊ ഉയർന്ന നിലയിലുള്ള സാധനകളിലേക്ക് പ്രവേശിക്കാനായി ഒരു സാധകനെ പര്യാപ്തമാക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് അന്ധക്കരണ ശുദ്ധി. അന്ധക്കരണം എന്ന് പറയുന്ന ഏതൊക്കെയുണ്ട്? 4 അന്ധക്കരണങ്ങളുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ അഹങ്കാരം തന്നെ ആദ്യം ശുദ്ധ അഹങ്കാരമായിട്ട് മാറണം. അശുദ്ധ അഹങ്കാരത്തിൽ നിന്ന് ശുദ്ധ അഹങ്കാരമായിട്ട് മാറണം. സാത്വിക അഹങ്കാരമായിട്ട് മാറണം. സൗമ്യ അഹങ്കാരമായിട്ട് മാറണം. അത്തരത്തിൽ അഹങ്കാരത്തിനെയും ശുദ്ധീകരിക്കാം, ബുദ്ധിയെ ശുദ്ധീകരിക്കാം, ചിത്തം എന്ന് പറഞ്ഞ സ്മൃതി മണ്ഡലമാണ്. ആ സ്മൃതിയെ മുഴുവനും ശുദ്ധീകരിക്കാം. നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിത്തത്തെ ശുദ്ധീകരിക്കാനാണ്, സ്മൃതിയെ. ഇവിടെ ചിത്തം എന്നതിന് സ്മൃതി എന്ന ഒരർത്ഥം അന്ധക്കരണത്തിന്റെ ഭാഗമായി ചിത്തത്തിന് വരുന്നുണ്ട്. എന്നാൽ ഈ 4 അന്ധക്കരണത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ചിത്തം എന്നും മനസ്സു എന്നും പറയാറുണ്ട്. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ മനസ്സ് എന്ന് പറയുന്നത് എന്താ? അന്ധക്കരണത്തിൽ ഒന്നാണ് മനസ്സ്. അതിന്റെ
അതിന്റെ ലക്ഷ്യം എന്താ? മനസ്സിന്റെ സംശയിക്കുക എന്നതാണ് മനസ്സിന്റെ ലക്ഷ്യം. ബുദ്ധിയുടെ ലക്ഷ്യം നിശ്ചയമാണ്, തീരുമാനമെടുക്കലാണ്. ചിത്തത്തിന്റെ ലക്ഷ്യം സ്മൃതിയാണ്, ഓർക്കുകയാണ്, ഓർമ്മിച്ചെടുക്കുകയാണ്. അതിനുള്ള ഓർമ്മകളുടെ ഒരു ഇടമാണ് ഈ ചിത്തം എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് അഭിമാനിക്കലാണ്. ഞാൻ എന്നും എന്റേതെന്നുള്ള അഭിമാനത്തെ സൃഷ്ടിക്കുന്നതാണ് ഈ അഹങ്കാരം. ഈ 4 അന്ധക്കരണ വൃത്തികളും നമ്മളിലുണ്ട്. ഈ 4 അന്ധക്കരണ വൃത്തികളും ഒരേപോലെ പരിശുദ്ധമാകുമ്പോഴാണ് നമുക്ക് ഉയർന്ന നിലയിലുള്ള ശ്രവണത്തിനും മനനത്തിനും ധ്യാനത്തിനൊക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രകൃതി ശക്തികൾക്ക് എന്ത് സങ്കല്പം കൊണ്ട് അത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അവർ തന്നത് എങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്? നമ്മൾക്ക് ഈ കഴിക്കുന്ന അന്നം എന്റേതല്ല, നിന്റേതാണ് എന്ന് സ്മരിക്കണം. നിന്റേതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെതാണ്. ഈ ശ്വസിക്കുന്ന വായു എന്റേതല്ല, ഈശ്വരൻ്റെതാണ്. ഈശ്വരൻ്റെതാണെന്ന് മാത്രമല്ല, ഈശ്വരൻ തന്നെയാണത്. കുടിക്കുന്ന വെള്ളവും വസിക്കുന്ന ഇടവും ഈ പ്രകൃതിയും എല്ലാം ഈശ്വരനാണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ ഭാവനയ്ക്ക്, നമ്മുടെ സങ്കല്പത്തിന് പരിശുദ്ധി ഉണ്ടാകുന്നു. അവിടെ അഹങ്കാരത്തിന്റെ ധാർഷ്ട്യം ഉണ്ടായിരിക്കില്ല. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുക്കുന്നു എന്നുള്ള വിചാരം ഉണ്ടായിരിക്കില്ല. പകരം നമ്മൾ വിനീതനായിട്ട് തീരുന്നു, വിനയമുള്ളവനായിട്ട് തീരുന്നു. ജീവിതത്തിൽ ഒരു പാസീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു നമ്മൾ. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സ്വന്തം കഴിവിന്റെ ബലത്തില് നമ്മൾ ഊറ്റം കൊള്ളുകയില്ല. നമുക്കുള്ള ബലം ഈശ്വരന്റെ ബലമാണ്. നമുക്കുള്ള ശക്തിയും ഈശ്വരന്റെ ശക്തിയാണ്. പറയാനുള്ള ശക്തിയും നമുക്ക് നടക്കാനും ഇരിക്കാനും ഉള്ള ശക്തിയും ഒക്കെ, എല്ലാ ശക്തിയും ഈശ്വരൻ്റെതാണ് എന്ന് വിചാരിക്കണം. ആ വിചാരമാണ് ഉന്നതമായ ഒരു ഭാവത്തിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകുന്നത്. ഇന്ന് നമുക്ക് 13ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപാ തു അഖം പാപാ. അങ്ങനെ പിരിക്കണം. ത്വഖം എന്ന് പറഞ്ഞാൽ തു അഖം എന്നാണ് അർത്ഥം. തു അഖം പാപാഹ യേ പചന്തി ആത്മകാരണാത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. യജ്ഞശിഷ്ടാശിനഃ, യജ്ഞശിഷ്ടത്തെ അശിക്കുന്നവർ, ഭുജിക്കുന്നവര്. അശിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭുജിക്കുക, അനുഭവിക്കുക എന്നൊക്കെ അർത്ഥം. യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവര് സന്തഹ, അവര് സത്തുക്കളാണ്, സജ്ജനങ്ങളാണ്. അവര് സർവ കിൽബിഷൈഹി മുച്യന്തെ. കിൽബിഷം എന്ന വാക്കിന് പാപം എന്നാണ് അർത്ഥം. എല്ലാ പാപങ്ങളിൽ നിന്നും മുച്യന്തെ, മുക്തരാകുന്നു. പാപമോചനത്തിന് എന്താ മാർഗം? പാപം എന്ന വാക്കിന്റെ അർത്ഥം ക്രൈസ്തവ ചിന്താരീതിയിൽ വരുന്ന ഒരു വാക്കായിട്ടാണ് പലരും പാപത്തെ കരുതുന്നത്. എന്നാൽ ഭാരതീയ വീക്ഷണത്തിലും പാപം വരുന്നുണ്ട്. എന്താണ് ഈ പാപം എന്ന് പറയുന്നത്? നമ്മൾ സ്വാർത്ഥതയോട് കൂടിയിട്ട്, കർത്തൃത്വബോധത്തോടു കൂടിയിട്ട്, അഹങ്കാരത്തോടു കൂടിയിട്ട് ഒരു കർമ്മം ചെയ്യുന്ന വേളയിൽ ആ കർമ്മം നമ്മളുടെ ചിത്തത്തിൽ അവശേഷിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ പേരാണ് പാപം എന്ന്.
എപ്പോഴൊക്കെ അഹങ്കാരപൂർവം നമ്മളൊരു കർമ്മം അനുഷ്ഠിച്ചാലും ആ കർമ്മം നിക്ഷേപിക്കുന്ന സംസ്കാരം നമ്മളിലുണ്ട്. ആ സംസ്കാരം ഒന്നുകിൽ അത് പുണ്യപ്രദമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ പാപിഷ്ഠമായിട്ടുള്ളതായിരിക്കും. ഈ പാപിഷ്ഠമായിട്ട് നമ്മളിൽ വന്ന് കൂടുന്ന സംസ്കാരമാണ് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത്. വേദനകളെ സൃഷ്ടിക്കുന്നതാണ് പാപം, രോഗങ്ങളെ സൃഷ്ടിക്കുന്നതാണ് പാപം. എപ്പോഴൊക്കെ അത്തരം സംസ്കാരങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ അത് അപ്പം തന്നെ വരണമെന്നില്ല, ദുഃഖമായിട്ട്. അത് കാലങ്ങളിലൂടെ, വർത്തമാനകാലത്തിലോ വരാനിരിക്കുന്ന ജന്മങ്ങളിലോ ഒക്കെ ആ സ്വാർത്ഥകർമ്മത്തിന്റെ, അഹങ്കാര കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മളിൽ ആവിർഭവിക്കുന്ന ഈ പാപസംസ്കാരം ഇപ്പോഴും നമ്മളിലുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പൂർവ്വകാലത്ത് ചെയ്ത കർമ്മങ്ങളുടെ സ്വഭാവം ഒന്നും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക്. ആരെയൊക്കെയാണ് നമ്മൾ ഹിംസിച്ചിരിക്കുന്നത്, ആരെയാണ് വേദനിപ്പിച്ചിരിക്കുന്നത്, എപ്പോഴൊക്കെയാണോ നമ്മളുടെ ധാർഷ്ട്യം ലോകത്തിന്റെ ദുഃഖം ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോഴൊക്കെ എന്നിൽ നിക്ഷിപ്തമായ ഒരു സംസ്കാരം പിന്നീട് സഞ്ചിത കർമ്മമായിട്ട് മാറിയിട്ടുണ്ട്. ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന് കുറച്ച് കർമ്മമാണ് പ്രാരബ്ധമായിട്ട് ഈ വർത്തമാന ജന്മത്തിലേക്ക് കൈമാറപ്പെട്ടിട്ടുള്ളത്. ഇനിയും നിരവധി ജന്മങ്ങൾ എടുക്കാനുള്ള കർമ്മഭാണ്ഡങ്ങൾ നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. ഇത് മനസ്സിലാക്കണം. അതിൽ നിന്ന് കുറച്ച് കർമ്മം മാത്രം ആണ് പ്രാരബ്ധമായിട്ട് ഓരോ ജന്മത്തിനും അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് മനുഷ്യർ അലോക്കേഷൻ ചെയ്യുന്നു എന്നല്ല പറയുന്നത്. ഈ പ്രകൃതിയിൽ തന്നെ ഈശ്വരീയമായ ഒരു ഗണനയുടെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രാരബ്ധം ലഭിക്കുന്നു. അതിൻ്റെ കാലത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അത് എന്നൊക്കെയാണ് പ്രാരബ്ധം, ഏത് സമയത്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പല അനുഭവങ്ങളായി, സംഭവങ്ങളായി മാറുന്നത്, പരിണമിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഇൻവിസിബിൾ വേൾഡാണ്, നമുക്ക് കാണാൻ കഴിയാത്തൊരു ലോകമാണത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത് ഗഹനമാണ് എന്ന്. വെരി പ്രൊഫൗണ്ട് എന്നാണ്, അഗാധമാണ് കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മളുടെ ചെറിയ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അപ്പൊ തീർച്ചയായിട്ടും യജ്ഞശിഷ്ടാശിനഃ സന്തഃ, യജ്ഞശിഷ്ടം ഭുജിക്കുന്ന സത്തുക്കള് സർവപാപങ്ങളിൽ നിന്നും വിമുക്തരാകുന്നു. അപ്പോ പൂർവകർമ്മങ്ങൾ നമ്മളില് സഞ്ചിതമായ രൂപത്തിലിരിക്കുന്നുണ്ട്. ആ സഞ്ചിത കർമ്മങ്ങളെയും ചിത്തത്തെയും ആകവേയും ശുദ്ധീകരിക്കാൻ പോരുന്ന വിധത്തിൽ ഒരു ശക്തി ഈ യജ്ഞശിഷ്ടത്തിനുണ്ട് അത്രേ. യജ്ഞശിഷ്ടം എന്താണ് ശരിക്കും? യജ്ഞശിഷ്ടത്തെ അല്ലേ നമ്മൾ പ്രസാദമായിട്ട് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത്? അതിനെയാണോ യജ്ഞശിഷ്ടം എന്ന് പറയുന്നത്? പ്രസാദത്തെയാണോ യജ്ഞശിഷ്ടം എന്ന് പറയുന്നത്? അത് പ്രസാദം ഒരു പ്രതീക പദാർത്ഥമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ, ആചാര്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവര് നമുക്ക് തരുന്ന ആ പ്രസാദം, അത് കഴിക്കാൻ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ അകത്ത് വലിയ മാറ്റമുണ്ടാക്കും, ഒരു ശുദ്ധീകരണം ഉണ്ടാക്കും എന്ന സങ്കല്പം നമുക്കുണ്ട്. അതുകൊണ്ടാണ് അതിന് പ്രസാദം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ യജ്ഞശിഷ്ടം എന്ന് പറയുന്നത് അതിനൊന്നല്ല. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് എന്ത് അനുഭവിക്കുമ്പോഴും ആദ്യം ഈശ്വരന് സമർപ്പിച്ചതിന് ശേഷം ഈശ്വരൻ തരുന്നതായിട്ട് നമ്മൾ കരുതണം. ഈശ്വരൻ തിരിച്ചു തരുന്നതാണ് യജ്ഞശിഷ്ടം. ഞാൻ സമർപ്പിച്ചതിന് ശേഷം തിരിച്ച് എനിക്ക് ഈശ്വരൻ തരുന്നതായിട്ട് സങ്കല്പിക്കണം. ഒന്നും എന്റേതല്ല, എല്ലാം നിന്റേതാണ് എന്ന് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അത് സങ്കല്പത്തിൽ വേണം എന്നും, എല്ലാ കാലത്തും. ഒരു കാലത്തും ഈ പ്രപഞ്ചത്തിലോ ഒന്നിൻ്റെയും അവകാശം നമ്മൾ ഇൻഡിവിജ്വൽ ക്ലെയിം ചെയ്യരുത്. വ്യക്തിഗതമായ ഒരു ക്ലെയിമിനും നമുക്ക് അവകാശമില്ല. നമുക്ക് മുൻപും
ആയിരക്കണക്കിന് തലമുറകൾ ഇതുപോലെ ഈ ഭൂമിയിൽ സ്വയം അവകാശങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവരാണ്. അവരൊക്കെ എവിടെ പോയിരിക്കണു? ഈ പ്രപഞ്ചത്തിന്റെ ഈ കാവ്യനീതി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്നിരുന്ന് തന്നെ ആവർത്തിക്കുകയാണ്. ഇത് എന്റേത്, ഇത് എന്റേത്, അത് നിന്റേത് എന്നുള്ളത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു തമാശ എന്ന രീതിയിൽ പറയാറുള്ളത്, രണ്ട് വ്യക്തികള് ഒരു ഭൂമിയുടെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നിട്ട് ഇതെന്റെ ഭൂമിയാണ്, ഇതെന്റെ ഭൂമിയാണ്, അതാണ് നിന്റെ ഭൂമി, അല്ല ഇതും എന്റെ ഭൂമിയാണ് എന്ന് വേറൊരാൾ ശഠിക്കുന്നു. ഇവർ രണ്ടുപേരും വലിയ തർക്കത്തിലാകുന്നു. പരസ്പരം മർദ്ദിക്കുവാനും വെട്ടുവാനുമായി വാക്കത്തികൾ എടുക്കാൻ ഓടുന്നു. ഇതൊക്കെ കണ്ടിട്ട് പരമഹംസരുടെ മനസ്സിൽ തോന്നിയത് ഇതാണ്: ഇവർക്ക് മുമ്പും ഇതുപോലെ എത്രയോ മനുഷ്യർ ഈ ഭൂമിയുടെ അതിർത്തികൾക്ക് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ ഭൂമിയിൽ തന്നെ മണ്ണായിട്ട് മാറിയിട്ടില്ലേ? വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യൻ ജാതമായി അവന്റെ അഹങ്കാരം കൊണ്ട് അവൻ ഈ ഭൂമി എന്റേതാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതിലും വലിയ അഹങ്കാരം വേറെ എന്തുകൊണ്ട്? എന്നാൽ ആ മനുഷ്യൻ തന്നെ ഈ ഭൂമിയിൽ മണ്ണായിട്ട് മാറും. 50, 60, 70 വർഷം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ള ഈ ഭൂമിയിൽ എത്ര മനുഷ്യ തലമുറകൾ ഇവിടെ ജീവിച്ച് മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ അവകാശവാദം, അഹങ്കാരത്തിന്റെ വിജൃംഭണത്താൽ ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളവരായിരുന്നു. നമ്മൾ ഓർക്കണം, ഒരിക്കലും നമ്മൾ ഈ ധാർഷ്ട്യം പാടില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എളിമയുള്ളവരായിരിക്കും. കാരണം ഈശ്വരൻ തരുന്ന പ്രസാദം അത് എളിമയോടെ കഴിക്കണം. നമ്മളുടെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ഒരു നെൽമണി പോലും ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതിനുള്ള ശക്തി നമുക്കില്ല. ഒരു നെൽമണി വയലിൽ വീണ് ആ നെൽമണി മുളയ്ക്കണമെങ്കിൽ മഴ വരണം, വെള്ളം കിട്ടണം, കാലാവസ്ഥ അനുകൂലമാകണം, അതിന് വേണ്ടുന്ന പോഷണങ്ങൾ കിട്ടണം. ഈ അനുകൂല സാഹചര്യങ്ങളൊക്കെ കിടക്കുന്നത് പ്രകൃതിയിലാണ്, ഈശ്വരനിലാണ്. എങ്കിലേ നമ്മളുടെ തീന്മേശയിൽ കഴിക്കാനുള്ള വിഭവങ്ങളായിട്ട് അത് പരിണമിക്കുകയുള്ളൂ. എത്രമാത്രം കരുതലാണ് ഈ പ്രകൃതിയിൽ ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യജ്ഞശിഷ്ടമാണ് എൻ്റെ ജീവിതത്തിന്റെ ഭോഗങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഈശ്വരൻ തരുന്ന വിനീതമായ ഭിക്ഷ അത് കഴിച്ചിട്ട് സന്തുഷ്ടരായിരിക്കണം. അത് നമ്മളുടെ ആന്തരികമായ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുന്നതായിരിക്കും, പ്രക്ഷാളനം ചെയ്യുന്നതായിരിക്കും. ഭുഞ്ചതേ തേത്വ അഖം പാപാഹ യേ പചന്തി ആത്മകാരണാത്. യാതൊരു മനുഷ്യര് ആത്മകാരണാത് തനിക്ക് വേണ്ടി മാത്രം പചന്തി പാചകം ചെയ്യുന്നുവോ തേ അവർ പാപാഹ ആകുന്നു. അവര് അഖം ഭുഞ്ചത്, അവർ കഴിക്കുന്നത് പാപത്തെയാണെന്നാണ് പറയുന്നത് ഗീത. അവർ കഴിക്കുന്നതും പാപമാണ്. ആരാണ് പാപഭോഗങ്ങൾ അനുഭവിക്കുന്നവര്? അവർക്ക് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നവര്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ മാത്രം കാണരുത്. അതുകൊണ്ടാണ് ഈ പഞ്ചമഹായജ്ഞങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യയജ്ഞം പറഞ്ഞിരിക്കുന്നത്. ഒരു അതിഥി, നിങ്ങൾ അതിഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ജീവിതത്തിൽ. ഇന്ന് നമ്മളുടെ ജീവിതത്തില് അതിഥികള് അകന്നുപോയിരിക്കുകയാണ്. അതിഥികൾ അകന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിഥികളെ വെറുക്കുന്നു. അതിഥികളുടെ സാന്നിധ്യത്തെ നമുക്കെന്തോ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിഥികളോടുള്ള ആ വൈമുഖ്യം കാരണം തന്നെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം. എന്നാൽ നമ്മുടെ പൂർവികരായ ആളുകൾ നിങ്ങളും ചിന്തിച്ചു നോക്കൂ.
അവര് ഏറ്റവും നല്ല ഒരു സാധനം വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അവർ മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കുമായിരുന്നു, കൊടുക്കുമായിരുന്നു. നല്ല ഒരു പായസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഏറ്റവും അടുത്തുള്ള വീട്ടുകാർക്ക് അത് കൊടുക്കുമായിരുന്നു. ആരെങ്കിലും വരാൻ വിളിച്ചു വരുത്തി കൊടുക്കുമായിരുന്നു. അവർ കഴിച്ച് സന്തോഷിക്കുന്ന പോലെ മറ്റുള്ളവരും കഴിക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. അതോടൊപ്പം മറ്റ് ജീവജാലങ്ങൾക്കും കൊടുക്കുമായിരുന്നു. വീട്ടിലൊരു വിഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിളികൾക്കും അവിടെയുള്ള മൃഗങ്ങൾക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. മീനുകൾക്ക് കൊടുക്കുമായിരുന്നു, ഉറുമ്പുകൾക്ക് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ എത്ര കരുതലുള്ള ഒരു ജീവിതത്തിന്റെ വീക്ഷണമാണ്. ഇന്ന് നമുക്ക് ആ കരുതലുണ്ടോ? നമ്മൾ മറ്റു ജീവജാലങ്ങളെ നമ്മുടെ യജ്ഞബോധത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? നമ്മൾ ആരാണ് പചന്തി ആത്മകാരണാത്, ആത്മകാരണാത്, നമുക്ക് വേണ്ടി മാത്രം നമ്മൾ പാചകം ചെയ്യുന്നു, നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് വേണ്ടി എന്നുള്ളതിന് ഉപരി എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നത് ഈ പ്രകൃതിയിലെ എല്ലാവർക്കും വേണ്ടിയാണ്. അതാണ് ഹൃദയവിശാലതയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്നു അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ഇത് യജ്ഞവിരുദ്ധമായ കർമ്മമാണത്. യജ്ഞവിരുദ്ധമായ കർമ്മത്തിൽ നിന്ന് യജ്ഞപൂർവകമായിട്ടുള്ള കർമ്മത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരികയും അവന്റെ പാപങ്ങളെ കഴുകിക്കളയാനായിട്ട്, അവന്റെ കർമ്മങ്ങളിലിരിക്കുന്ന വിഷലിപ്തമായ അംശങ്ങളെ കഴുകിക്കളയാനായിട്ട് എത്ര നല്ല വഴികളാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ യജ്ഞശിഷ്ടമാണ് ഭുജിക്കേണ്ടത്, അല്ലാതെ ആത്മകാരണത്തിനായിട്ട് പാചകം ചെയ്ത് കഴിക്കുകയല്ല. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുവോ അത് ഈശ്വരന് കൊടുക്കുക. ഈശ്വരന് കൊടുത്തിട്ട് ഈശ്വരൻ തരുന്ന ദാനമായിട്ട്, ഭിക്ഷയായിട്ട് സ്വീകരിച്ച് അങ്ങനെ ഭുജിക്കണമെന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അപ്പോ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു, പഞ്ചമഹായജ്ഞം അനുഷ്ഠിക്കുമായിരുന്നു. ആ പഞ്ചമഹായജ്ഞങ്ങളെല്ലാം തന്നെ ഈ അർത്ഥത്തില് മനുഷ്യന്റെ ജീവിതത്തെ എപ്പോഴും ഒരു യജ്ഞ സ്വഭാവമുള്ള ജീവിതമാക്കി മാറ്റാൻ സഹായിക്കുന്നതായിരുന്നു. അതിൽ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം, ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ഈ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വേദപാരായണം ചെയ്യുകയും കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ വേദം പാരായണം ചെയ്യുകയും അത് പ്രവചിക്കുകയും പങ്കുവെച്ചു കൊടുക്കുകയൊക്കെ വേണം. ആചാര്യന്മാരുടെ മഹാത്മാക്കളുടെ വാക്കുകൾ ശ്രവിക്കണം, മനനം ചെയ്യണം. ഇത് ബ്രഹ്മത്തിന് കൊടുക്കുന്ന യജ്ഞമാണ്. ഇതിന് വേദയജ്ഞം എന്നും പറയാറുണ്ട് ബ്രഹ്മയജ്ഞത്തിന്. രണ്ടാമത് ദേവയജ്ഞമാണ്. ദേവന്മാർക്ക് വേണ്ടി യജ്ഞം ചെയ്യുക. ദേവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ഓഫീസർ എന്ന് പറയുന്ന ദൈവം, ഏകദൈവം. ആ ദൈവത്തിന്റെ ശക്തികളാണ് ഈ ദേവന്മാര്. അവർക്ക് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യണം. അതാണ് നമ്മളുടെ വീടുകളിലൊക്കെ അഗ്നിഹോത്രമായിട്ട് ചെറിയ ചെറിയ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ പിതൃയജ്ഞം, നമ്മളുടെ പൂർവികരെ സ്മരിക്കണം. അതുപോലെ നമ്മുടെ അച്ഛനമ്മമാരെ ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പൂർവികർ എന്ന് പറഞ്ഞാൽ മരിച്ചവർ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ളവരും അവർക്ക് എന്തൊക്കെയാണോ നമുക്ക് സേവ ചെയ്യാൻ കഴിയുക ആ സേവ ചെയ്യണം. ഇന്ന് സേവ എന്ന് പറയുന്നത് തന്നെ മനുഷ്യ ജീവിതത്തിൽ നിന്നൊക്കെ അകന്നുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. ആരും ആർക്കും സേവ ചെയ്യുന്നില്ല. ഒന്ന് സഹായിക്കുക എന്ന് പറയുന്നത് പോലും മനുഷ്യ മനസ്സിലില്ല. അപ്പൊ സേവ ചെയ്യാനായിട്ട് നമ്മൾ സന്നദ്ധമാക്കണം. നിഷ്കാമമായിട്ട് ഫലേച്ഛയില്ലാതെ മുഴുവൻ ജനതയ്ക്കും, മുഴുവൻ മനുഷ്യരാശിക്കും, പ്രകൃതിക്കും, ജന്തുജാലങ്ങൾക്കൊക്കെ ലഭിക്കുന്ന ഗുണപ്രദമായ കർമ്മങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടണം. അത് അത്യാവശ്യമാണ് മനുഷ്യനെ ശുദ്ധീകരിക്കാനായിട്ട്. അതുകൊണ്ട് പിതൃയജ്ഞത്തില് പൂർവികരായിട്ടുള്ള മരിച്ചുപോയവരും അത് ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സേവയാണ് ഈ പിതൃയജ്ഞം എന്ന് പറയുന്നത്.
പിന്നെ അതിഥികളാണ്, അതിഥി പൂജനമാണ് മനുഷ്യയജ്ഞം. അതുകൂടാതെ രോഗികളായവരെ, വിഷമിക്കുന്നവരെ, ദരിദ്രരായവരെ, ഒറ്റപ്പെട്ടവരെ ഒക്കെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അത് മനുഷ്യയജ്ഞമാണ്. പിന്നെ ഭൂതയജ്ഞം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യർ മാത്രമല്ലല്ലോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത്. അവിടെ എത്രയെത്രയോ ജീവജാലങ്ങളുണ്ട്. അവർക്കൊക്കെ അവകാശപ്പെട്ട ഈ ഭൂമിയിൽ നമ്മൾ സ്വത്തുകൾ സ്വന്തമാക്കി വെച്ചിട്ട് അവർക്ക് പോലും ജീവിതം നിഷേധിക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വേനൽക്കാലമാകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കിളികൾക്ക് വെക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികൾക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു അംശം അവർക്കൊരു പാത്രത്തിലാക്കി മാറ്റി വെച്ച് അവർ വന്ന് കഴിച്ചു പോകാനായിട്ടുള്ള സാവകാശം കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആത്മകാരണത്തിന് നമുക്ക് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നവരായിട്ട് മാറുന്നില്ല. നമ്മൾ യജ്ഞത്തിന്റെ, വലിയൊരു യജ്ഞത്തിന്റെ, ഈശ്വരൻ ഇവിടെ ഒരു യജ്ഞമായിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിൽ ആ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു. ഇനി അടുത്ത 2 ശ്ലോകങ്ങള് ഈ യജ്ഞത്തെ വലിയ ഒരു ജീവിത പദ്ധതിയായിട്ട്, വിശാല ദർശനമായിട്ട്, പ്രകൃതി ദർശനമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നാദ് ഭൂതാനി ഭവന്തി, അന്നത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങൾ ഉണ്ടാകുന്നു അന്നത്തിൽ നിന്ന്. അതെങ്ങനെയാണ് അത് അന്നത്തിൽ നിന്നുണ്ടാകുന്നത് എന്ന് നമ്മൾ ചോദിക്കാം. അന്നത്തിൽ നിന്ന് ഡയറക്റ്റ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു എന്നല്ല. ജീവികൾ അന്നം കഴിക്കുന്നു, അന്നം പരിണമിച്ച് രക്തമാകുന്നു, രക്തം പരിണമിച്ച് രേതസ്സാകുന്നു, രക്തം തന്നെ അണ്ഡമായിട്ട് മാറുന്നു. ഈ അണ്ഡത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു സൂക്ഷ്മാർത്ഥത്തിലുള്ളൊരു കൺസെപ്റ്റിനെയാണ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ അന്നത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത് എന്ന് പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തരുത്. നമ്മുടെ മനീഷികളെല്ലാവരും തന്നെ അവർക്ക് തത്വബോധം ഉണ്ടായിരുന്നു, പ്രകൃതിയുടെ ഒരു ഏകാത്മകതയുടെ ബോധം ഉണ്ടായിരുന്നു. അവരതുകൊണ്ട് തന്നെ കാവ്യാത്മകമായി, അലങ്കാരികമായിട്ടാണ് സംസാരിക്കുന്നത്. അലങ്കാരത്തിന്റെ ഭാഷ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ ആധുനിക കാലത്ത് നമ്മൾ എപ്പോഴും വിരസമായ ഭാഷയാണ് സംസാരിക്കുന്നത്. നമ്മൾ ശാസ്ത്രീയമാകണമെന്നാണ് അവകാശപ്പെടുന്നത്. ശാസ്ത്രീയമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാവ്യാത്മകതയുടെ പരിമളം എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് അലങ്കാരങ്ങളില്ല, വർണ്ണശബളിമയുള്ള വർത്തമാനങ്ങളില്ല. നമ്മളെല്ലാം 1-2 വാക്കുകളിൽ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൂർവഋഷിമാരെ നമ്മൾ കണ്ടാൽ മതി. അന്നാദ് ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടായി വരുന്നത്. പർജന്യാത് അന്നസംഭവഃ, അന്നം എവിടെ നിന്നുണ്ടാകുന്നത്? പർജന്യനിൽ നിന്നും, മഴയിൽ നിന്നുണ്ടാകുന്നു. അന്നം മഴയിൽ നിന്നുണ്ടാകുന്നു. അതെങ്ങനെയാണ് അന്നം മഴയിൽ നിന്നുണ്ടാകുന്നത് എന്ന് ചോദിക്കാം. നമ്മുടെ ഈ പ്രകൃതിയിൽ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രകൃതിയിൽ നിന്ന് അന്നം ഉണ്ടാകുന്നത്. അന്നം മാത്രമല്ല, ഇവിടുത്തെ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ വളരുന്നത് ജലം ലഭിക്കുന്നതുകൊണ്ടാണ്. ജലമാണ് ജീവന്റെ അടിസ്ഥാനം എന്ന് ആധുനിക ശാസ്ത്രം പരിണാമത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ജലത്തിൽ നിന്നാണ് പരിണാമം ആദ്യം ഉണ്ടാകുന്നത് എന്ന് വരെ സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ ഈ മഴ താഴത്തേക്ക് വരുന്നാലാണ് ഈ പ്രകൃതി സസ്യ ശ്യാമളമായ ഒരു ഭൂമിയായിട്ട് മാറുള്ളൂ. പച്ചപ്പ് കാണുന്നത് തന്നെ മഴ പെയ്യുമ്പോഴാണ്. അതുകൊണ്ട് പർജന്യനിൽ നിന്ന് എന്തുണ്ടാകുന്നു? അന്നം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു, ജീവജാലങ്ങൾ ഉണ്ടാകുന്നു.
അപ്പൊ അന്നത്തിന് കാരണം എന്താണ്? പർജന്യനാണ്. ഇനി ഈ പർജന്യൻ എവിടെ നിന്നുണ്ടാകുന്നു? മഴ എവിടെ നിന്നുണ്ടാകുന്നു? യജ്ഞാത് ഭവതി പർജന്യഃ. യജ്ഞത്തിൽ നിന്നാണ് പർജന്യൻ ഉണ്ടാകുന്നത്, മഴ ഉണ്ടാകുന്നത്. ഇത് തികച്ചും അന്ധവിശ്വാസം തന്നെയെന്ന് നമ്മൾ പറയാം. കാരണം എന്താ? യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നത് എങ്ങനെ? ഡയറക്റ്റ് കോസ് അല്ല. അപ്പോ ഡയറക്റ്റ് കോസ് പറയുകയല്ല അതിന്റെ ഉദ്ദേശം. ഈ പ്രകൃതി ചക്രത്തെ നമ്മൾ മനുഷ്യരാശി മുഴുവനും തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ അനുസരിക്കുക, അതാണ് യജ്ഞം എന്ന് പറയുന്നത്. മനുഷ്യനാണ് ഈ പ്രകൃതിയുടെ സ്വാഭാവികമായ ഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്നത്. അത്തരത്തിലുള്ള വിഘാതങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ തന്നെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാം, പ്രകൃതിക്ക് ക്ഷതമേൽപ്പിക്കാതിരിക്കുക. അപ്പോൾ തന്നെ എന്തുണ്ടാവും? അത് യജ്ഞമായി മാറി. ആ യജ്ഞത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് മഴയുണ്ടാകും. നമ്മൾ ഇടപെടുമ്പോഴൊക്കെ മഴ കുറയും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നു, അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഈ കാർബണൊക്കെ ഉണ്ടല്ലോ, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നൊക്കെ പറയുക. എന്നുവെച്ചാല് AC-യിൽ നിന്നൊക്കെ പുറത്തു പോകുന്ന ചില വാതകങ്ങളാണതല്ല. അത് ആകാശത്തിന്റെ ഒരു വിതാനത്തിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന പല പ്രകാശത്തിന്റെ ഇതുകൾക്കും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നു. ഇവിടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മൾ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ഒരു മേഖലയല്ലാത്തത് കൊണ്ട് അത്തരം വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഈ യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് ലിങ്ക് ചെയ്യണം. അത് എങ്ങനെയാണ് ലിങ്ക് ചെയ്യേണ്ടതെന്ന് അന്ധവിശ്വാസമായിട്ടല്ല, അതിന് സയന്റിഫിക് ആണ്. മനുഷ്യൻ എവിടെ ഇടപെടാതിരിക്കുന്നുവോ അവിടെ പ്രകൃതി സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. യജ്ഞ കർമ്മസമുദ്ഭവ. കർമ്മത്തിൽ നിന്നാണ് യജ്ഞം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ കർമ്മം വേണ്ടവണ്ണം ചെയ്താല് അത് യജ്ഞമായി. കർമ്മങ്ങളാണ് യജ്ഞമായി മാറുന്നത്. എല്ലാ കർമ്മങ്ങളെയും യജ്ഞമാക്കി നമുക്ക് മാറ്റാം. അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് യജ്ഞം ഉണ്ടാകുന്നു, യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു, മഴയിൽ നിന്ന് അന്നം ഉണ്ടാകുന്നു, അന്നത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. ഒരു ശ്രേണീബദ്ധമായ ഒരു ശൃംഖല പോലെ, ഒരു ചങ്ങല പോലെ പരസ്പരം ചേർത്തിണക്കിക്കൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകവും കൂടി ഇതിന്റെ ഭാഗമാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇനി കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. കർമ്മത്തിൽ നിന്നാണ് യജ്ഞം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. കർമ്മം എവിടെ നിന്നുണ്ടാകുന്നു? ബ്രഹ്മോദ്ഭവം വിദ്യ. ബ്രഹ്മത്തിൽ നിന്ന് കർമ്മം ഉദ്ഭവിക്കുന്നു എന്ന് പറയാം. ഇവിടെ ബ്രഹ്മം എന്നതിന് വേദം എന്ന അർത്ഥമാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഒരർത്ഥത്തില് കുറച്ചുകൂടി ഈ വേദം എന്നത് അറിവാണ്. ഈ വേദം ഇവിടെ ശബ്ദബ്രഹ്മമായിട്ട് അറിയണം. നമ്മൾ ശബ്ദബ്രഹ്മത്തെ കുറിച്ച് പഠിക്കുകയുണ്ടായി. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു മാനുവൽ പ്രപഞ്ചരചനയുടെ വേളയിൽ തന്നെ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങൾക്കും അറിയാം. അതായത് ഒരു മണ്ണിരയ്ക്ക് അറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, ഒരു താറാവും കുട്ടിക്ക് അറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, മനുഷ്യന് മാത്രം അറിഞ്ഞുകൂടാ എങ്ങനെ ജീവിക്കണമെന്ന്. മനുഷ്യൻ അതുകൊണ്ട് വളരെ പ്രഹേളിക നിറഞ്ഞ ഒരു ജീവിയാണ് മനുഷ്യൻ. അവന്റെ പ്രശ്നങ്ങളാണ് ഈ ഭൂമിയെ നശിപ്പിക്കുന്നത്. അവന്റെ ചിന്തകള്, അവന്റെ മനസ്സ്, അവന്റെ കർമ്മങ്ങളെല്ലാം കൂടിയിട്ടാണ് ഈ ഭൂമിയുടെ
യജ്ഞസമാനമായിട്ടുള്ള ഈ ചക്രത്തിന് വിഘാതം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് മനസ്സിലാക്കണം. അതും ഈ പ്രപഞ്ചത്തിന്റെ ആദിമ രൂപത്തിൽ തന്നെ ഈ വേദം ഇരിക്കുന്നുണ്ട്. ആ വേദത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത്. അതായത് എല്ലാവരിലും എന്ത് ചെയ്യണമെന്നുള്ള ഒരു അറിവ് ഉണ്ട്. ആ കർമ്മം ഉണ്ടാകുന്നു. ആ കർമ്മത്തിന്റെ ഇതായിട്ട് വേദം വന്നിരിക്കുന്നു. അത് സാധാരണ അർത്ഥത്തിൽ നമുക്ക് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന വേദങ്ങളെയും എടുക്കാം. ആ വേദങ്ങളില് പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പലതരത്തിലുള്ള യജ്ഞങ്ങളെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിലും എടുക്കാം. ഇനി ആ വേദമാകട്ടെ ബ്രഹ്മ അക്ഷര സമുദ്ഭവം. ബ്രഹ്മം അക്ഷരത്തിൽ നിന്നാണ്. അക്ഷരം എന്ന വാക്കിന് നാശമില്ലാത്തതിൽ നിന്നാണ് ഈ വേദം ഉണ്ടായിട്ടുള്ളത്. നാശമില്ലാത്തത് എന്നതിന് പരമാത്മാ അല്ലെങ്കിൽ പരമ്പൊരുൾ അല്ലെങ്കിൽ പരമസത്യം എന്നാണ് നാശമില്ലാത്തതിന് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ബ്രഹ്മ അക്ഷരത്തിൽ നിന്നാണ് ബ്രഹ്മം ഉണ്ടായിട്ടുള്ളത്, വേദം ഉണ്ടായിട്ടുള്ളത്. തസ്മാത് സർവഗതം ബ്രഹ്മ. ഇനി അതുകൊണ്ട് തന്നെ ഈ വേദം, ഈ അറിവ് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു. സർവഗതം, ഓമിനി പ്രസന്റ് എന്നാണ്. എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നതാണ് ഈ ബ്രഹ്മ. നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. നിത്യം ശാശ്വതമായിട്ട് യജ്ഞത്തിൽ പ്രതിഷ്ഠിതവുമാണ് ഈ വേദം. അപ്പൊ വേദത്തെയും യജ്ഞത്തെയും പരസ്പരം ഇണചേർത്തിരിക്കുന്നു. ഈ വേദവും യജ്ഞവും എന്തിൽ നിന്നുണ്ടാകുന്നു? അക്ഷരത്തിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന്, പരമ്പൊരുളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പരമകാരണമായിട്ടുള്ള ഒരു അക്ഷരത്തിൽ നിന്നാണ് വേദം ഉണ്ടായിരിക്കുന്നത്. വേദത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടായിട്ടുള്ളത്. കർമ്മത്തിൽ നിന്നാണ് യജ്ഞം ഉണ്ടായിട്ടുള്ളത്. യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടായിട്ടുള്ളത്. മഴയിൽ നിന്നാണ് അന്നം ഉണ്ടായിട്ടുള്ളത്. അന്നത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, വളരെ ക്രമബദ്ധമായ ഒരു കണ്ണികോർത്തുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആ കർമ്മത്തില് സമർപ്പണം ഉണ്ടാകണം. അടിസ്ഥാനപരമായിട്ട് ഈ ഒരു അറിവാണ് ഇവിടെ പറയുന്നത്. സമർപ്പണത്തോടുകൂടി ചെയ്യുക, ഈശ്വരാർപ്പിതമായിട്ട് എല്ലാ കർമ്മങ്ങളെയും അനുഷ്ഠിക്കുക. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ ബ്ലെസ്സിങ്ങുകൾക്കും പാത്രീഭൂതനായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതെല്ലാം യജ്ഞശിഷ്ടങ്ങളായിട്ട് മാറുന്നു. യജ്ഞശിഷ്ടമായിട്ടുള്ള എല്ലാം അമൃതമാണ്, പ്രസാദമാണ്. അതെല്ലാം നമുക്ക് കിട്ടുന്നതെല്ലാം പ്രസാദമാണ്. അപ്പോ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുമ്പോ 16ാമത്തെ ശ്ലോകം. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയദീഹയഃ അഖായുരിന്ദ്രിയാരാമഃ മോഖം പാർത്ഥ സ ജീവതി. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ യഃ. ന അനുവർത്തയതി ഇഹ യഃ അഖായുഃ ഇന്ദ്രിയാരാമഃ മോഖം പാർത്ഥ സ ജീവതി. പാർത്ഥ, അല്ലയോ അർജുന, ഭഗവാനാണല്ലോ അർജുനോട് സംസാരിക്കുന്നത്. ഏവം, ഇപ്രകാരം, പ്രവർത്തിതം ചക്രം, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ചക്രം. എന്താ ചക്രം എന്ന് പറയാൻ കാരണം? ഇതൊരു ചക്രഗതി പോലെയാണ്. ഒരു ചക്രം തിരിയുന്നത് പോലെ സർവവും പരമാത്മാവിൽ നിന്നുണ്ടായി. ആ പരമാത്മാവിൽ നിന്ന് വേദമുണ്ടായി. വേദത്തിൽ നിന്ന് കർമ്മമുണ്ടായി. കർമ്മത്തിൽ നിന്ന് യജ്ഞമുണ്ടായി. യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടായി. മഴയിൽ നിന്ന് അന്നമുണ്ടായി. അന്നത്തിൽ നിന്ന് ജീവജാലങ്ങളുണ്ടായി. ഈ ജീവജാലങ്ങൾ വീണ്ടും നശിച്ച് പരമാത്മാവിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും ഇങ്ങനെ ഒരു ചക്രം പോലെ കിടക്കുകയാണ്. ഏവം പ്രവർത്തിതം ചക്രം. അതാണ് ഈ ചക്രം അറിയണം. നോക്ക്, യജ്ഞചക്രം. യജ്ഞം പോലെ എങ്ങനെ എല്ലാവരും ഈ യജ്ഞത്തിന്റെ ഭാഗമാണ്. ഈ പ്രപഞ്ച യജ്ഞത്തിന്റെ ഭാഗമാണ്. ഈശ്വരനെ ഈ പ്രപഞ്ചത്തെ ഒരു യജ്ഞം എന്ന രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏവം പ്രവർത്തിതം ചക്രം, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ചക്രം നമുക്ക് ആരാണോ അനുവർത്തിക്കാതിരിക്കുന്നത്, ആ ചക്രത്തെ പിന്തുടരാതിരിക്കുന്നത്,
ആരാണ് യജ്ഞത്തിലേക്ക് വിധേയമാകാത്തത്, ഈ യജ്ഞം അനുഷ്ഠിക്കാത്തത്, ഈ യജ്ഞത്തിൽ നിന്ന് കുതറി മാറുന്നത്? വാസ്തവത്തില് ഈശ്വരീയമായ ഒരു ഗതിക്ക് വിപരീതമായിട്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് മനുഷ്യന്റെ വലിയ അധപതനത്തിന് കാരണം. ഈശ്വരീയമായ ഗതിയാണ് യജ്ഞം എന്ന് പറയുന്നത്. അനുവർത്തയതി, ആരാണ് ഇത് അനുവർത്തിക്കാത്തത്? അപ്പൊ നമ്മളിൽ തന്നെ ഒരു പൈശാചികമായ ശക്തി ഈ യജ്ഞചക്രത്തെ അനുസന്ധാനം ചെയ്യാതിരിക്കാനായിട്ട് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അന്തഃസംഘർഷങ്ങൾക്കൊക്കെ പിന്നിൽ അടിസ്ഥാനം അതാണ്. അത്തരം ഒരു മനഃശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തുകൊണ്ട് ഒരുപാട് അന്തഃസംഘർഷങ്ങൾക്കും സ്ട്രെയിനും സ്ട്രെസ്സും വിഷാദവും ന്യൂറോസിസും സൈക്കോസിസും നിരവധി മാനസിക പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കൊക്കെ അടിപ്പെട്ടു പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഈ യജ്ഞമാകുന്ന ധർമ്മചക്രത്തിൽ നിന്ന് നമ്മൾ കുതറി മാറാൻ ശ്രമിക്കുന്നതാണ്. അത് നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്, നമ്മുടെ ധാർഷ്ട്യം കൊണ്ടാണ്, ഞാൻ എന്ന ഭാവം കൊണ്ടാണ്, എൻ്റേത് എന്ന ഭാവം കൊണ്ടാണ്, ഫലത്തിന് വേണ്ടിയിട്ടുള്ള കാംക്ഷ കൊണ്ടാണ്, കർമ്മഫലം എനിക്ക് കിട്ടണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ എവിടെ നിന്ന് നമുക്ക് ഈ യജ്ഞചക്രത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ തോന്നുമോ അപ്പോഴൊക്കെ വലിയ പരാജയം ഉണ്ടാകുന്നു, ജീവിതത്തിന് വലിയ പരാജയം ഉണ്ടാകുന്നു, ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ചക്രഗതി നമുക്ക് നഷ്ടപ്പെടുന്നു. ആ സ്വാഭാവികമായിട്ടുള്ള സംഗീതവും താളവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു. അവൻ എന്തുണ്ടാകുന്നു? അഖായുരിന്ദ്രിയാരാമഃ മോഖം പാർത്ഥ സ ജീവതി. യഹ, യാതൊരാള് ഇഹ ഇവിടെ അനുവർത്തിക്കുന്നില്ല, ഈ ചക്രത്തെ അനുവർത്തിക്കുന്നില്ല എങ്കിൽ അയാള് അഖായുഹു, അഖം എന്ന് പറഞ്ഞ പാപം, പാപിഷ്ടമായ ആയുസ്സോട് കൂടിയവനാണ് അവൻ, പാപസങ്കുലമായിട്ടുള്ള ആയുസ്സോട് കൂടിയവനാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആയുസ് നമ്മളെ ഈ മനോഹരമായിട്ടുള്ള ധർമ്മചക്രത്തിലേക്ക് പ്രവേശിച്ച് അതിന് അനുരണനപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതിൽ നിന്ന് മാറിയിട്ട് ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു മനുഷ്യനായിട്ട് കഴിഞ്ഞാല് നമ്മളുടെ ആയുസ് പിന്നെ എന്തിനു കൊള്ളാം? പാപകർമ്മങ്ങൾ ചെയ്ത് നമ്മൾ കുന്നുകൂട്ടുന്നു. അഹങ്കാരം കൊണ്ട്, ധാർഷ്ട്യം കൊണ്ട് നമ്മളുടെ പാപം സഞ്ചിതമാകാൻ തുടങ്ങുന്നു. അഖായുഹു, അതാണ് അഖായുഹു, ആയുസ്. ആയുഹു എന്ന് പറഞ്ഞ ആയുസ് എങ്ങനെയുള്ള ആയുസ്? പാപത്തോടുകൂടി ആയുസ്സാണ്. ഇന്ദ്രിയാരാമഹ, അവൻ ഇന്ദ്രിയാരാമനാണ്. ഇന്ദ്രിയത്തിലൂടെ അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ തൻ്റെ ഭോഗങ്ങളാക്കി മാറ്റുന്നു, തൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്ദ്രിയാരാമനായിട്ട് തീരുന്നു, ഇന്ദ്രിയങ്ങളിൽ മാത്രം രമിക്കുന്നു. ചില വ്യക്തികൾക്ക് ഇന്ദ്രിയ രമനത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയുകയില്ല. ചിലർ അല്പം കൂടി ഉയർന്ന രീതിയിൽ മനോരമനത്തിലേക്കും വരും. പക്ഷേ പല വ്യക്തികൾക്കും ആത്മരമനം എന്തെന്നറിഞ്ഞുകൂടാ. നമ്മൾ ആത്മരമനത്തിന് ശീലം ഉള്ളവരായിട്ട് മാറണം. അല്പനേരമെങ്കിലും ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച്, മനസ്സിനെ ഉൾവലിച്ച് ആത്മാവിലേക്ക് മനസ്സ് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ആത്മാവിൽ രമിക്കാനായിട്ട് പഠിക്കണം. അതാണ് ആത്മരമനം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ദ്രിയാരാമന്മാരാണ്, ആത്മാരാമന്മാരല്ല. അതുകൊണ്ട് അഖായുവും ഇന്ദ്രിയാരാമനും രണ്ട് വിശേഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആരാണോ ഈ യജ്ഞചക്രത്തെ അനുവർത്തിക്കാതിരിക്കുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. മോഖം പാർത്ഥ സ ജീവതി, അവൻ ജീവിക്കുന്നത് എന്തിനാ? അവൻ ജീവിക്കുന്നത് വ്യർത്ഥമായിട്ടാണ്. മോഖം എന്ന വാക്കിന് വ്യർത്ഥമായിട്ട്, നിരർത്ഥകമായിട്ട് ജീവിക്കുകയാണ്. ഒരർത്ഥവുമില്ലാത്ത ജീവിതം ജീവിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു അന്വേഷണം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് അന്വേഷിക്കുന്നതാണ് ഏറ്റവും ആനന്ദദായകമായിട്ടുള്ളത്. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻ സെർച്ച് ഓഫ് ദ മീനിങ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഈ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതും ഒരർത്ഥവുമില്ലാതെ ജീവിക്കുന്നതും രണ്ടും വലിയ അന്തരമാണ്. മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം
എങ്ങനെയാണ് നമുക്ക് അന്വേഷിക്കേണ്ടതെന്നും അത് അറിവുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാനും നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ജീവിതത്തിന് ഒരു സന്തോഷവും സുസ്ഥിരമായ സന്തോഷവും ആനന്ദവും ഉണ്ടാവുള്ളൂ. അപ്പോ ഭഗവത്ഗീത പഠനം ലക്ഷ്യബോധമുള്ള അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്തേ.